ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്ക്ഷീറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് 4 to 6 ഇയേഴ്സ് വരെ യൂസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് 5 വേർഡ്സ് ദറ്റ് സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ടി എന്നാണ് കൊടുത്താക്കുന്നത്. അപ്പോൾ അത് 5 വേർഡ്സ് ടിയിൽ സ്റ്റാർട്ടാവുന്ന 5 വേർഡ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് 72. സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 2 ഒക്കെ പഠിപ്പിച്ച ശേഷം ഞാൻ ഇത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയിംസ് ഓഫ് 5 വെജിറ്റബിൾസ്. അപ്പോൾ ബീൻ, ബീറ്റ്റൂട്ട്, ക്യാബേജ്, ക്യാരറ്റ്, ലെറ്റസ്, അങ്ങനെ 5 വെജിറ്റബിൾസിൻ്റെ പേര് അവൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഗസ് ദ വേർഡ്സ് ബൈ ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ്. ഞാനിവിടെ ജംബിൾഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ പിക്ചേഴ്സും വരച്ചു കൊടുത്തിട്ടുണ്ട്. സോ പിക്ചേഴ്സും ജംബിൾഡ് വേർഡ്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിരിക്കും വേർഡ് ഗസ് ചെയ്യാൻ. പിന്നെ ഓരോന്നിൻ്റെ സ്പെല്ലിങ്സ് പഠിക്കാനും ഇത് വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ നെയിം 5 പാർട്സ് ഓഫ് ദ ബോഡി എന്നാണ് കൊടുത്തത്. അപ്പോൾ ഹാൻഡ്, എൽബോ, ലെഗ്, ആം, നോസ്, അങ്ങനെ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ മാർക്ക് ദ സ്കിപ്പ് കൗണ്ടിങ് ഓഫ് 2s ആൻഡ് നമ്പർ ലൈൻ. സോ സ്കിപ്പ് കൗണ്ടിങ് അത് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തത് ഫൈൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഗിവൻ ബിലോ. അഡിഷനും സബ്ട്രാക്ഷനും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുത്തത് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു. പിന്നെ റൈറ്റ് ഇൻ വേർഡ്സ് ഫോർ ദ ബിലോ ഗിവൻ നമ്പേഴ്സ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്പേഴ്സ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ നമ്പർ നെയിംസ് എഴുതാൻ പറയാം. പിന്നെ നെക്സ്റ്റ് ഉള്ളത് നമ്മൾ ഷേപ്സ് പഠിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ ചെയ്യുന്നതാണ് ഇതൊക്കെ. ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് കളർ ഇറ്റ് പിങ്ക്. ഡ്രോ എ ഹാർട്ട് ആൻഡ് കളർ ഇറ്റ് ഗ്രീൻ. പിന്നെ ഇത് വേർഡ്സ് പഠിപ്പിച്ച ശേഷം കൊടുക്കുന്നതാണ്. എ ഫോർ ഡാഷ്, ബി ഫോർ ഡാഷ്, സി ഫോർ ഡാഷ്, ഡി ഫോർ ഡാഷ്, അങ്ങനെ ഞാനിവിടെ I വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വേർഡ്സ് അവരിതിൽ ഫില്ല് ചെയ്തോളും. നെക്സ്റ്റ് ഉള്ളത് ടിക്ക് ട്രൂ ഓർ ഫാൾസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫെബ്രുവരി ഈസ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ് ടിക്ക് ചെയ്തിട്ടുണ്ട്. മാർച്ച് ഈസ് ദ 3rd മന്ത് ഓഫ് ദ ഇയർ. ട്രൂ ഓർ ഫാൾസ്? ട്രൂ ടിക്ക് ചെയ്തിട്ടുണ്ട്. ദർ ആർ 12 months in a year. ട്രൂ ഓർ ഫാൾസ്? ട്രൂ ടിക്ക് ചെയ്തിട്ടുണ്ട്. മെയ് ഈസ് ദ 7th month ഓഫ് ദ ഇയർ. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് മന്ത് കംസ് ആഫ്റ്റർ ജൂലൈ. ട്രൂ ഓർ ഫാൾസ്? ട്രൂ ടിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് നമ്പർ കംസ് ആഫ്റ്റർ, ബിഫോർ ആൻഡ് ബിറ്റ്വീൻ എന്നാണ്. ഇതിലെന്നാൽ ഞാൻ നമ്പർ നെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ ഇതിൽ നമ്പേഴ്സ് കൊടുത്തിട്ടില്ല, നമ്പർ നെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. എഴുതുമ്പോഴും നമ്പർ നെയിംസ് ആണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ നമ്പർ നെയിംസ് എഴുതാൻ ഫെമിലിയർ ആവാനും റീഡ് ചെയ്യുമ്പോൾ ഫെമിലിയറിറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് നമ്പർ കംസ് ആഫ്റ്റർ 49? ആൻസർ FIFTY 50 എഴുതിയിട്ടുണ്ട്. What number comes after 20? Answer 21. What number comes before 80? Answer 79. What number comes between 11 and 13? Answer 12. What number comes before 30? 29. പിന്നെ നെക്സ്റ്റ് ഉള്ളത് write the respective numbers T and 10. അത് റീഡ് ചെയ്ത് ഈ നമ്പർ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുമാണ് ഇങ്ങനെ കൊടുത്തത് കേട്ടോ. TE and 10, 20, 20, 30, 30, 40, 40, 50, 50, അങ്ങനെ 100 വരെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് സ്കിപ്പ് കൗണ്ടിങ് ഓഫ് ഡാഷ്. സ്കിപ്പ് കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യാനും ഇത് വളരെ നല്ല ഒരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് വൺ ഓർഡിനൽ നമ്പേഴ്സ് ആണ്. സർക്കിൾ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കിൾ ദ 8th flower. So which is 8? 1st, 2nd, 3rd, 4th, 5th, 6th, 7th, 8th. അപ്പോൾ 8th ഫ്ലവറിനെ സർക്കിൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ സർക്കിൾ ദ 5th ആപ്പിൾ. 1st, 2nd, 3rd, 4th, 5th. സോ 5th സർക്കിൾ ചെയ്തിട്ടുണ്ട്. സർക്കിൾ ദ ലാസ്റ്റ് ഹാർട്ട്. സോ വിച്ച് ഇസ് ദ ലാസ്റ്റ് ഹാർട്ട് ഹിയർ? 1st, 2nd, 3rd, 4th, 5th and 6th. This is the last one. So അത് അവൾ സർക്കിൾ ചെയ്തിട്ടുണ്ട്. സർക്കിൾ ദ second tree. 1st, 2nd, so അത് സർക്കിൾ ചെയ്തിട്ടുണ്ട്. സർക്കിൾ ദ സെക്കൻഡ് ലാസ്റ്റ് ട്രയാങ്കിൾ. 1st, 2nd, 3rd, 4th, 5th. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് എന്നുള്ളത് 4th ട്രയാങ്കിൾ ആണ്. സോ ഷി ഹാസ് സർക്കിൾഡ് ഇറ്റ്. സർക്കിൾ ദ 10th arrow. 1st, 2nd, 3rd, 4th, 5th, 6th, 7th, 8th, 9th, 10th. So she has circled the 10th arrow. നെക്സ്റ്റ് ഷീറ്റിലുള്ളത് fill in the blanks ആണ്.
ഹിന്ദി മലയാളവും ഞാൻ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യും അവൾക്ക്. സോ ആ കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആ, പിന്നെ നെക്സ്റ്റ് ഈ, പിന്നെ ഐ കഴിഞ്ഞാൽ എന്താണ് ഓ കഴിഞ്ഞിട്ട് ഔ കഴിഞ്ഞിട്ട് ഈ ചിഹ്നങ്ങൾ യോജിപ്പിക്കുക. അപ്പോൾ ഈൻ്റെ ചിഹ്നം ഏതാണ്? ഇത്. ഊൻ്റെ ഇത്. റിൻ്റെ ഇത്. സ്ക്വയർ ആൻഡ് കളർ ഇറ്റ് ബ്രൗൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷേപ്സ് ഒക്കെ പഠിപ്പിച്ച ശേഷം ഷേപ്സ് വരച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ ആക്ടിവിറ്റീസ് കൊടുത്തത്. വിച്ച് പ്രോപ്പർട്ടി ഡു ദീസ് ടു ഓബ്ജക്ട്സ് ഹാവ് ഇൻ കോമൺ? ഫസ്റ്റ് വൺ ഇസ് വെൽക്രോ ആൻഡ് ദ നെക്സ്റ്റ് ഇസ് പൊട്ടാറ്റോ സാക്ക്. സോ ഇതിൻ്റെ രണ്ടിനും കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണ്? റഫ് ഓർ സ്ലിപ്പറി. സോ ഷി ഹാസ് ടിക്ഡ് റഫ്. ഫിഷ് ബൗൾ ആൻഡ് ഐസ്. ഫിഷ് ബൗളിനും ഐസിനും തമ്മിലുള്ള പ്രോപ്പർട്ടി, വിച്ച് പ്രോപ്പർട്ടിയാണ് കോമൺ ആയിട്ടുള്ളത്? ബംപി ഓർ ബ്രേക്കബിൾ. സോ ബോത്ത് ഐസും ഫിഷ് ബൗളും രണ്ടും താഴെയിട്ട പൊട്ടെന്ന് പറഞ്ഞിട്ട് അവൾ ബ്രേക്കബിൾ എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്തു. നെക്സ്റ്റ് സോർട്ട് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസ്. ആദ്യം ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെയാണ് ഇതുപോലത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തത് കേട്ടോ. ചോക്ക്. സോ ഞാൻ കുറച്ച് സാധനങ്ങൾ ഒന്നിച്ച് എഴുതി. ചോക്ക്, എയർ ഇൻസൈഡ് എ ബലൂൺ, വാട്ടർ, ലീഫ്, ജ്യൂസ്, ഐസ് ക്യൂബ്, എയർ ഇൻസൈഡ് എ ബോൾ, വാട്ടർ വേപ്പർ. സോ സോളിഡ്സ് ഏതൊക്കെയാണ്, ലിക്വിഡ് ഏതൊക്കെയാണ്, ഗ്യാസ് ഏതൊക്കെയാണ് നമ്മൾ സോർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സെലക്ട് ദ ആരോ ദറ്റ് ഷോസ് മെൽറ്റിംഗ്. ലിക്വിഡ് ടു സോളിഡ് ആണോ, സോളിഡ് ടു ലിക്വിഡ്, വിച്ച് ഈസ് മെൽറ്റിംഗ് എന്നുള്ളത് അവർ ടിക്ക് ചെയ്യണം ഈ ആരോസ്. സോ സോളിഡ് ടു ലിക്വിഡ് ആണ് മെൽറ്റിംഗ്. സോ അവൾ അത് ടിക്ക് ചെയ്തിട്ടുണ്ട്. സോളിഡിഫിക്കേഷൻ, മെൽറ്റിംഗ്, എവാപ്പറേഷൻ, അതിനൊക്കെ നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് ഈസി ആയിരിക്കും. ഇതുപോലെ നമ്മൾ പേപ്പറിൽ കൊടുക്കുമ്പോൾ, ആദ്യം തന്നെ പേപ്പറിൽ കൊടുക്കുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ആവും. സർക്കിൾ ദ മാമൽ. So kangaroo, robin. Robin is a bird, kangaroo is a mammal. So other tick ചെയ്തിട്ട്. Next one, circle the reptile. Rattlesnake, cricket, salamander. Rattlesnake is a reptile, so അത് അവൾ സർക്കിൾ ചെയ്തിട്ടുണ്ട്. Cricket is an insect and salamander is an amphibian. Circle the bird. Green frog, pelican. Green frog is an amphibian and pelican is obviously a bird. സോ അത് അവൾ സർക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.